ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് റെഡ് ബ്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ്. നല്ല കിടിലം സ്റ്റേ കിടിലം സ്റ്റേ, കിടിലം ഫുഡ്. ഡിന്നറൊക്കെ കിടുവായിരുന്നു. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും കോംപ്ലിമെൻ്ററി ആണ്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ ടു സോൻമാർഗ് പോവുകയാണ്. പിന്നെ അതുപോലെ ഇനിയുള്ള വീഡിയോസ് അവിടുത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരു പരിധി വരെ അറിയാൻ തോന്നുന്നു. നെറ്റ്വർക്ക് കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ വീഡിയോസൊക്കെ എങ്ങനെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ 1-2 ദിവസമൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് സോൻമർഗിലേക്ക് പോകാം. ഇന്നത്തെ സ്റ്റേ സോൻമർഗിലാണ്. ഫുൾ നാക്ക് ഉടക്കി പോയി. ഇന്നത്തെ സ്റ്റേ റെഡ് ബ്രിക്സ് അടിപൊളി സ്റ്റേ ആട്ടോ, നല്ല ഫുഡ്. ഇന്നലത്തെ സ്റ്റേ സോറി. അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ, നിങ്ങളുടെ ഇതിലാണ് വരുന്നതെങ്കിൽ ഇതൊരു നല്ല സ്റ്റേ ആണ് കേട്ടോ. ശ്രീനഗറിൽ മെയിൻ ടൗണിനടുത്താണ്, ജവഹർ നഗർ എന്ന് പറയും. അവിടെയാണ്. നല്ലൊരു സ്റ്റേ ആണ്, നല്ല ഫുഡാണ്, നല്ല ബെഡാണ്, നല്ല ടോയ്ലറ്റാണ്. എന്തൊക്കെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? ബ്രെഡ്, ജാമു, ബട്ടർ. ബ്രെഡ് തിന്നതൊന്നും അടുത്ത് എനിക്ക് വേണ്ട, ഞാൻ വെറുത്ത് ബ്രെഡ്. പോഹ എനിക്കിഷ്ടമാണ്. പോഹ, ഓട്സ്, പൊറിച്ച്, മാഗി മാഗി മാഗി, ഉബ്ലാണ്ട എനിക്കിഷ്ടമാണ്. ഓംലെറ്റ് എനിക്കിപ്പോൾ ഇഷ്ടമല്ല. വെറും വെള്ളം എന്തോ അതിലുണ്ടായിരുന്നു. കഴിഞ്ഞ നമ്മൾ വന്നപ്പോൾ 10 മണിയായി. ഞാൻ പോഹയും നൂഡിൽസ് ആട്ടോ എടുത്തത്. പോഹ കൊള്ളാം. നൂഡിൽസ് അല്ല, മാഗി. മാഗി ഇഷ്ടമില്ലാത്തവരാരാളെ. വാ, ഇവിടുത്തെ ഒരു മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് പോഹയാണെന്ന് തോന്നുന്നു. ഇന്നലെയും പോഹയൊക്കെ വേണമെന്ന് അവിടെ ചോദിച്ചായിരുന്നു. ഇഷ്ടപ്പെടില്ല പോഹ അത്രയ്ക്ക്. ചെക്കൗട്ട് പറഞ്ഞു ഇറങ്ങി. നല്ല സ്റ്റേ ആയിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു, നല്ല സ്റ്റേ ആയിരുന്നു. ടു സോൻമാർഗ്. ശ്രീനഗർ കത്തി ജ്വലിച്ച് നിൽപ്പുണ്ട് കേട്ടോ, നല്ല കട്ട വെയിൽ. ഇന്നലെ ഇതുപോലെ ഒന്നും എന്തെങ്കിലും എന്ത് വേണമായിരുന്നു. അപ്പോൾ ഇത് എയർപോർട്ട് റോഡാണ്. നമ്മൾ നേരെ സോൻമാർഗ്, പിന്നെ കാർഗിൽ, പിന്നെ ലഡാക്ക്. അപ്പം നമ്മുടെ ട്രിപ്പ് കംപ്ലീറ്റ് ആവും. റോഡൊക്കെ ഭയങ്കര, ഇന്നലെയൊക്കെ ഫുൾ ബ്ലോക്ക് ആയിരുന്നു. സ്നോ എല്ലാം ഇടിഞ്ഞ്. സോജില പാസ് അല്ലേ, സോജില പാസ്സാണ് ഏറ്റവും അഡ്വഞ്ചറസ് റോഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡാണ് സോജില പാസ്. ആ റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. ആ റോഡ് ഇപ്പോൾ ഒരു 2-3 ഇയേഴ്സിനുള്ളിൽ ക്ലോസ് ചെയ്യും. ഒരു വലിയ ടണൽ വരുന്നുണ്ട്, 13 കിലോമീറ്റേഴ്സിൻ്റെ. നമ്മൾ ജമ്മു ശ്രീനഗർ ടണലാണ് ഏറ്റവും ഇന്ത്യയിലെ നീളം കൂടിയ ടണലായിട്ട് 9.8 കിലോമീറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കാട്ടി വലിയ ടണലാണ് ലഡാക്കിലേക്കുള്ള ആ ഒരു സോജില പാസ് കയറാതെ പോകുന്ന ഒരു ടണൽ എന്ന് പറയുന്നത് 13 കിലോമീറ്റർ. അത് ഒരു സൈഡ് പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇനി ഒരു സൈഡ് പണിയുടെ നടക്കുകയാണ്. പണിയുടെ കഴിഞ്ഞാൽ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡ് ക്ലോസ് ചെയ്യും. അപ്പോൾ ആ റോഡിൽ ഇന്നലെ മഴയൊക്കെ പെയ്തത് കൊണ്ട് ഭയങ്കരമായിട്ട് സ്നോഫോളും മഞ്ഞ് ഇടുങ്ങിയ റോഡിലേക്കൊക്കെ വീണ് റോഡൊക്കെ ക്ലോസ് ചെയ്ത്. ആസിഫും ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിലും ഇൻസ്റ്റയിലും ഒക്കെ മെസ്സേജസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇവിടുത്തെ അവസ്ഥയെന്ന് അറിയില്ല. ഇന്ന് എന്തായാലും അങ്ങോട്ടേക്ക് വിടത്തില്ല. ഇപ്പോൾ ഓരോ ദിവസമാണ്. ഒരു ദിവസം അങ്ങോട്ട് വിടുകയാണെങ്കിൽ ഒരു ദിവസം ഇങ്ങോട്ട് വിടത്തുള്ളൂ. അങ്ങനെയാണ്, 2 കാറുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് നടക്കില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികൾക്കുള്ളതാണ്. നാളെയാണ് നമ്മൾക്ക് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ വേറെ തടസ്സമൊന്നുമില്ലാണ്ട് ലഡാക്ക് വരെ പോയിട്ട് വരാൻ പറ്റണം. തിരിച്ചിങ്ങ് ശ്രീനഗർ എത്തുന്നത് വരെ ഒരു പേടിയുണ്ട് മനസ്സിൽ എനിക്ക്. നമ്മൾ കാറ് കഴിയുന്ന സാധനേ കാണാനില്ല. 50 എന്ന് പറഞ്ഞാൽ 50 അല്ലേ? അപ്പോൾ പാവാം കൊച്ച്. സ്കൂൾ में नहीं क्या? क्यों? संडे അല്ല. 50 50 അല്ലേ? ഇത് 50. നമ്മൾ പെട്രോൾ അടിക്കാൻ സോൻമാർഗ് കയറുന്നതിന് മുന്നേ പമ്പിൽ കയറി. ഇവിടെ 100 രൂപ കേട്ടോ. അവിടെ 94, 96, 98ഒക്കെയാണ്. ഓരോ സ്ഥലത്തും ഓരോ റേറ്റ്. നമ്മൾ ശ്രദ്ധിച്ചില്ല, അടിച്ചിട്ട് നോക്കിയപ്പോഴാണ് 100. ഫുൾ ടാങ്ക് അടിക്കാൻ പറഞ്ഞു. 1430 രൂപയ്ക്ക് അടിച്ചേ. നമ്മളന്ന് ശ്രീനഗർ കയറുന്നതിന് ജമ്മു നിന്ന് അടിച്ചതാണ് ഫുൾ ടാങ്ക്. ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായി. ഇനി സോൻമാർഗ്, ലഡാക്ക് എത്തണ വരെ പമ്പുണ്ട്. ലഡാക്ക് എത്തിയിട്ട് ചില സ്ഥലങ്ങളിൽ എത്താനാണ് പമ്പ് കുറവെന്ന് പറഞ്ഞു. എന്തായാലും ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. ലഡാക്ക് എത്തുന്നതിന് മുന്നേ വീണ്ടും ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകണം. നമ്മളൊരു സേഫ്റ്റി സൈഡ്. പല വീഡിയോസിലും നമ്മുടെയും പമ്പുകൾ കുറവാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാനും ഒരുപാട് വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ടാണ് പോകുന്നതല്ല. നമുക്ക് പോകാൻ, നമ്മൾ പോയിട്ടില്ലല്ലോ, അറിയത്തില്ല.
അതുകൊണ്ട് എപ്പോഴും ഫുൾ ടാങ്ക് അടിച്ചിടുക. അങ്ങോട്ട് ചെന്നാൽ പമ്പ് കുറവാണ്, അത് നോക്കിയിട്ട് ഫുൾ ടാങ്ക് അടിച്ചിടുക. നമ്മളിതേ അങ്ങുമില്ല, അതിൻ്റെയും മുകളിലാണ് പോകുന്നത് കേട്ടോ. ഇവിടെ നിന്ന് എത്ര 300 കിലോമീറ്ററും കണ്ടാണ് ലഡാക്ക്. പക്ഷെ നമുക്ക് അവിടെയൊക്കെ കുറച്ച് സ്ഥലങ്ങൾ കണ്ടു പോവേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ പോകുന്നില്ല. പിന്നെ സോൺമർഗ് കഴിഞ്ഞാൽ റോഡും ക്ലോസ്ഡ് ആണ്. അല്ലെങ്കിൽ കാർഗിൽ വരെയെങ്കിലും നമുക്കിന്ന് പോവായിരുന്നു, പക്ഷെ റോഡ് ക്ലോസ്ഡ് ആണ്. സോൺമർഗിലേക്ക് പോകുന്നതിന് एंट्री सर 100 रुपया साथ में लंगर के लिए कोई जना आपको 100 रुपया रसीद है, ये ले लो सर. चलो चाय पियो मैडम, आ जाओ. चाय पियो, आ जाओ. सबके मजे में ചായ കുടിക്കാനാ? ചായ പീച്ചിന്നില്ല. ഒരു ബ്യൂട്ടിഫുൾ വാട്ടർഫോൾ ആണ്. കാശ്മീരിന്റെ ഭംഗി എത്ര എടുത്താലും മതിയാവൂല കേട്ടോ. ഇതിപ്പോൾ ഞാനാണ് വീഡിയോ എടുക്കുന്നത്, ഏട്ടനാണ് വീഡിയോ എടുക്കണമെങ്കിൽ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ കയറുമ്പോൾ 2 മണിക്കൂർ നീളം കാണും. ഞാനാകുമ്പോൾ കുറച്ചൊക്കെ എടുക്കുകയുള്ളൂ. അത് ഭംഗി നോക്ക്, എത്ര ഭംഗി എന്ന് പറഞ്ഞാലും എത്ര ജവാന്മാരുടെ വീരമൃത്യു ചെയ്ത നാടാണ് കാശ്മീർ. നമ്മളെത്ര ഭയത്തോടെ ജീവിക്കേണ്ട ഒരു സ്ഥലമാണ്. എപ്പോൾ വേണോ എന്ത് വേണോ സംഭവിക്കാം കേട്ടോ. കാശ്മീർ ഏറ്റവും ഭംഗി കൂടാനുള്ള കാരണം എന്തെന്നറിയോ? എവിടെ നോക്കിയാൽ ഈ പച്ചപ്പാണ് കേട്ടോ. ഓ ഭയങ്കര, അതാണ് ഒരു നമ്മുടെ കണ്ണിനെ കുളിർമയേകിക്കുന്ന ഒരു കാഴ്ചയാണ്. നിറയെ പച്ചപ്പ്, പുല്ല് പോലും നല്ല പച്ചക്ക് ഇങ്ങനെ മരങ്ങളും ഒക്കെ ആയിട്ട് അതൊരു പ്രത്യേക ഭംഗി തന്നെ കേട്ടോ. ഒന്നാമത്തെ ഭംഗി പച്ചപ്പ്, രണ്ടാമത്തെ ഭംഗി ഈ മലമുകള്, മഞ്ഞുമലകള് ഒക്കെയാണ്. ഇനി അടുത്ത ഭംഗി എന്ന് പറഞ്ഞത് ഈ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്ന അരുവികളാണ് കേട്ടോ. ഇതാണ് ഫേമസ് സിന്ധു റിവർ. സിന്ധു റിവർ അല്ല, സിന്ധ് റിവർ, സോറി, സിന്ധു റിവർ എന്നായിരുന്നു. സിന്ധ് റിവർ, സിന്ധ് നദി നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സിന്ധ് നദി, ഇതാണ് സിന്ധു നദി കേട്ടോ. സോൻമർഗിലേക്ക് പോകുന്ന വഴിയാണ് ഈ സിന്ധ് റിവർ. ഇതാണ് കാശ്മീരിൻ്റെ ശരിക്കുള്ള ഭംഗികൾ. മലകൾ, മഞ്ഞുമലകൾ, പിന്നെ മണിഗാവ്. വെൽക്കം ടു മണിഗാവ്. നെൽകൃഷി ഇവിടെ ഗോതമ്പില്ല, നെല്ലേ ഉള്ളൂ എന്ന് ആസിഫ് പറഞ്ഞു കേട്ടോ. പച്ചലകൾ, പച്ചമരങ്ങൾ, പച്ചപ്പ്, അരുവികൾ, മലമുകൾ, ഇതൊക്കെയാണ്. ആ കാണുന്ന വൈറ്റ് കാണുന്നതെല്ലാം വീടുകളാണ് കേട്ടോ. മലയ്ക്ക് മുകളിലുള്ള വീടുകളാണ്. റിസോർട്ടുകളൊക്കെ ഉണ്ടാവും. സോ ഗൈസ്, നമ്മുടെ ഡ്രീം ട്രിപ്പിന്റെ തുടക്കം നമ്മൾ കുറിച്ചിരിക്കുകയാണ്. കംപ്ലീറ്റ് ചെയ്യാനുള്ളതിന്റെ തുടക്കം ലേ, കാർഗിൽ, ദ്രാസ്, പിന്നെ സോൺമർഗ്, ഗുണ്ട്, അങ്ങോട്ടേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഇത്രയും ഭംഗി അങ്ങോട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ റോഡിന്റെ ഭംഗിയൊക്കെ കുറഞ്ഞു വരും കേട്ടോ. പോലീസ് ഇനി ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് അമ്മ ഒരു വെറ്റി അടിക്കണ്ട, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓഫ് ചെയ്തത്. കണ്ടില്ല, നമ്മുടെ വണ്ടി കണ്ടില്ല, അതുകൊണ്ട് നമ്മളിങ്ങനെ കയറി പോകുന്നു. CRPFന്റെ ചെക്കിംഗ് ആണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭംഗി റോഡിന് അങ്ങോട്ട് കാണൂല കേട്ടോ. ഒറ്റ സിംഗിൾ ലൈൻ മാത്രമേ കാണൂ. സിംഗിൾ ലൈനിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകണം. ഭാഗ്യത്തിന് ഇപ്പോൾ അവിടെ ക്ലോസ് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് ശ്വാസം പിടിച്ചിരിക്കാൻ പറ്റും. അയ്യോ, അങ്ങനെയാണ് കാര്യങ്ങൾ. ലഡാക്ക് നമ്മൾ ഈ കാശ്മീരിന്റെ ഗ്രീനറി ഒന്നും പ്രതീക്ഷിച്ച് പോണ്ട. അവിടെ കുറേ മഞ്ഞുമലകളും പിന്നെ ഒരുപാട് നമ്മൾ കാണേണ്ട സ്ഥലങ്ങളുണ്ട് കേട്ടോ. അവിടെ ഒരു വില്ലേജ് ഉണ്ട്, തുർത്തുക്ക് അല്ലേ, തുർത്തുക്ക്. അത് ആക്ച്വലി പണ്ട് പാകിസ്ഥാനായിരുന്നു, ഇപ്പം അത് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. പാകിസ്ഥാനികൾ അവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വില്ലേജ്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമുക്ക് അവിടെ ഹൈയസ്റ്റ് തന്നെ. നമ്മൾ ഏറ്റവും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങനെ കുറേ നമ്മുടെ സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും മുകളിൽ നമ്മൾ പോവാണ്, ഏറ്റവും ടോപ്പിൽ. അതൊക്കെയാണ് ലഡാക്കിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു ഗ്രീനറി, ഈ ഒരു മെഡോസ്, വെള്ളച്ചാട്ടം, കുന്നും മഞ്ഞുമലകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ ഈ ഒരു ഗ്രീനറി സംഭവങ്ങളൊന്നും വേണ്ട. കുറേ കുന്നും മലകളും മഞ്ഞുമലകളും ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ച് പോയാൽ മതി. അതാണ് എൻ്റെ മനസ്സിൽ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത്. അതായത് നമ്മൾ അങ്ങോട്ടല്ലേ പോകണം, നോക്കാം എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന്. വേദ കിടന്ന് ഉറങ്ങി എണീറ്റ് നിൽക്കുകയാണേ. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നൊരു ഫോട്ടോയോ വീഡിയോ ഒന്നും എടുത്തില്ലല്ലേ. ഇന്നലെ അവിടെ ബേറ്റ വാലി അല്ലേ, അവിടെ പോയപ്പോൾ ഇതുപോലെ ഉണ്ടായിരുന്നു. പക്ഷെ മഴ കാരണം ഒന്ന് ഇറങ്ങി നിൽക്കാൻ പോലും പറ്റിയില്ല. അപ്പോൾ ഇവിടെ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയേക്കാന്ന് കരുതി. ചെറിയ തണുപ്പുണ്ട്, വെയിൽ കാര്യമായിട്ടുണ്ട്, എങ്കിലും ചൂടില്ല. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി. അമ്മ പിടിക്കാം, വാ
വീണ അങ്ങ് വെള്ളത്തിൽ വീണങ്ങ് പോവും. എന്നെ കൂടെ തള്ളിയിടല്ലേടി. കൊള്ളാം കേട്ടാ. നമ്മളങ്ങ് പോയിട്ടാണ് തിരിച്ചു വന്നത്. ഞാൻ ഈ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്ന ചുമ്മാ ഒരു ഷോയ്ക്കാണ് കേട്ടോ. അതിനുവേണ്ടി തണുപ്പൊന്നുമില്ല. ജാക്കറ്റ് വണ്ടിയിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് എടുത്തിട്ടേക്കുന്നതാണ്. നമ്മളിവിടെ വന്നപ്പോൾ ടീ കോഫിയൊക്കെ വേണമെന്ന് ചോദിച്ചൊരു പയ്യ അവിടെ നിന്ന്. അപ്പോൾ 2 കോഫിയുടെ പറഞ്ഞു. തണുപ്പുണ്ടല്ലേടാ? റീൽസ് ചെയ്യാം. കൊള്ളാമോ? വേദ കിടന്ന് പറഞ്ഞിട്ട് ഇതാ കോഫി ഉണ്ടോ, നീ കൊണ്ട് തരുമെന്തോ. കോഫി വാങ്ങിച്ചിട്ട് തരാം. ജിപേ, ഗൂഗിൾ പേ പൈസ കൊടുത്തിട്ടുണ്ട്. എല്ലാരും പാലക്കാടാ? പാലക്കാടാണ് എല്ലാരും? ഇദ്ദേഹം പാലക്കാട്, ഇദ്ദേഹം കൊല്ലം, ഞാൻ തിരുവല്ല, സാറും കൊല്ലം. ഞാൻ ഗിരീഷ്. ഫ്ലൈറ്റിലാ വന്നത്? ഫ്ലൈറ്റിലാണ്. ആ അതെ, ട്രിവാൻഡ്രം, തിരുമല. തിരുമല. അങ്ങനെ നമ്മൾ ഈ അടിപൊളി വ്യൂവും കണ്ട് മുന്നോട്ട് പോവാട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, സത്യമായിട്ട് പോവാം. നമ്മൾ ശ്രീനഗർ വിട്ട് കഴിഞ്ഞാൽ ഫുൾ ഈ അരുവി പോലത്തെ സെറ്റപ്പാട്ടോ. അരുവിയാണ്, ആറെന്നോ അരുവിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇങ്ങനെ പച്ചപ്പ് മരങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ അതേ മഞ്ഞുമലകളൊക്കെയാണ്. മരങ്ങൾ കുറവാട്ടോ, കൂടുതൽ മരങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പ്. അരുവികളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന മരങ്ങളും അങ്ങനെയുള്ളൊരു സെറ്റപ്പാണേ. അതാ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഇതെല്ലാം വ്യൂ പോയിന്റ്. ടൂറിസ്റ്റുകൾ പല നമ്മൾ ഇറങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, ഇറങ്ങിയ സ്ഥലത്തു നിന്ന് ഒരു 5 മിനിറ്റ് മുന്നോട്ട് പോയപ്പോൾ വീണ്ടും കുറേ ടൂറിസ്റ്റുകൾ നിൽക്കുന്നു ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. ഇതുപോലുള്ള സ്ഥലം നിറയെ പോകുന്ന വഴിക്കുണ്ട്. അവിടെ നിന്നും ശരിക്കും വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ. കാരണം ഇന്നാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടികൾ വരുന്ന ദിവസം. നാളെ നമുക്ക് അങ്ങോട്ട് പോകുന്ന ദിവസമാണ് കേട്ടോ. ലേയിൽ നിന്ന് വരുന്ന വണ്ടികൾ, അത് LA എന്നാണ് രജിസ്ട്രേഷനെ. അതും ഒരു യൂണിയൻ ടെറിട്ടറി ആണ്, കേന്ദ്ര ഭരണ പ്രദേശം അല്ലേ ആണ്. ആ വണ്ടികളിലെല്ലാം ഒരു ഗ്രീൻ കളർ കൊടി കെട്ടി വെച്ചിട്ടുണ്ട്. അത് LA എന്നാണ് രജിസ്ട്രേഷൻ കേട്ടോ. യൂണിയൻ ടെറിട്ടറി ആണ്, അണ്ടർ സെൻട്രൽ ഗവൺമെന്റ്. നമ്മളെ കയ്യിൽ കണ്ടോണ്ട് ലൈറ്റ് ഇട്ടെന്നേ. അവിടെ നിന്ന് നിറയെ ധാരാളം വണ്ടികൾ വരുന്നുണ്ട്. നമുക്ക് സോൻമർഗ് വരെ ഒന്ന് പോകാൻ പറ്റും. നാളെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. അപ്പം നാളെ അവിടെ നിന്ന് വരുന്ന വണ്ടികൾ കാർഗിൽ എന്തോ സ്റ്റേ ആണ്. അവിടെ നിന്ന് മറ്റന്നാളെ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. ഒരു ദിവസം അങ്ങോട്ട്, ഒരു ദിവസം ഇങ്ങോട്ട്. ദ ബെസ്റ്റ് വ്യൂ. അടിപൊളി. നോക്ക്, പൊളിയല്ലേ രതീഷ എന്ന് പറയും പോലെ. അടിപൊളി. ഇനി നമ്മൾ വരും കേട്ടോ ഇങ്ങോട്ടൊക്കെ. ഇങ്ങനെ വേണമെങ്കിൽ വരാം, വേണമെങ്കിൽ. അതുകൊണ്ട് ഇപ്പൊ കൺകുളിർക എല്ലാരും കണ്ടോളും. ഒരു വേദനകളാണെങ്കിൽ ഉറക്കം കാണാൻ വേണ്ട, കേൾക്കാൻ വേണ്ട. വെൽക്കം ടു സോൻമാർഗ് ടണൽ. ഇനി നമുക്കൊരു 1/2 മണിക്കൂർ, 15 കിലോമീറ്റർ ഉള്ളൂ, 1/2 മണിക്കൂർ ഒരു ടണലിലൂടെ നമ്മൾ പോകാൻ പോവുകയാണ്. എവിടെ ടണൽ? പണി നടക്കുന്നതായിരിക്കും അല്ലേ? നമുക്ക് നേരെ ഇന്ത്യൻ ഫ്ലാഗ്. ഹൈറ്റ് ലിമിറ്റ് 5.5 മീറ്റർ. അതിന് മുകളിൽ പൊക്കമുള്ള വണ്ടികൾ അപ്പോൾ ആ ടണലിൽ തട്ടുമായിരിക്കും. കാർഗിൽ 135, ലേ 360 കിലോമീറ്റർ. വ്യൂ അടിപൊളി. പക്ഷെ ഇതും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണ്ട. സോജില പാസ് അതികഠിനമാണ്. സോജില പാസ് 20 കിലോമീറ്റർ മോശം റോഡാണ്. പക്ഷെ ആ ടണൽ വന്നാൽ സെറ്റായിരിക്കും കേട്ടോ. പിന്നെ ഒരു ടെൻഷനും വേണ്ട, നമുക്ക് ധൈര്യമായിട്ട് പോവാം. ഈ ഏട്ടൻ ടണൽ വരുന്നതിന് മുന്നേ പോകാനായിരുന്നു ബഹളം. ഈ വർഷം ടണൽ ഓപ്പൺ ആവുമെന്നായിരുന്നു ന്യൂസ്. പക്ഷെ പണി തീരാത്തത് കൊണ്ട് ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ അടുത്ത വർഷമാവും. ക്ലൈമറ്റൊക്കെ ഇങ്ങനെ നിൽക്കണോണ്ട് അവർക്ക് അതുപോലെ പണി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം വരാൻ പറ്റില്ല, ഈ വർഷം ടണൽ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞ് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അപ്പോഴാണ് സമാധാനമായത്. എനിക്ക് ആ റോഡിൽ കൂടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിനി ശ്വാസം പിടിച്ച് വേണം നാളെ ഇരിക്കാനായിട്ട്. ഇതേ ഒരു അടിപൊളി വ്യൂ കണ്ടിട്ട് നമ്മളെ നിർത്തിയൊക്കെയാണ്. ഇവന്മാർ റീൽസ് എടുക്കണോ ഫോട്ടോ എടുക്കണോ എന്ന് പറഞ്ഞാൽ പിറകെ നിൽക്കണേ. നോ താങ്ക്സ് ബൈ, നോ താങ്ക്സ്.
എന്ത് ബ്യൂട്ടിഫുൾ ആണ് നോക്കുക, എന്ത് രസം നോക്കുക, എന്ത് രസം. അയ്യോ, എനിക്ക് ഇത് കണ്ടിട്ടും മതിയാവുന്നില്ല കേട്ടോ, സത്യം പറയാമല്ലോ. നമുക്ക് താഴെയൊക്കെ നിറച്ച് വീടുകൾ, താമസക്കാർ, അരുവികൾ, മരങ്ങൾ, മലകൾ, പൈൻ ട്രീസ്, മഞ്ഞ് മലകൾ. സത്യം സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ വീഡിയോസിൽ മാത്രം കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോഴുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇത് മുകളിൽ കൂടെ പോണിയെ കൊണ്ടുപോകുന്നുണ്ട്, അവിടെ എന്തെങ്കിലും കാണുമായിരിക്കും. ഇവിടെ നിറച്ച് പയ്യന്മാർ നിന്നിട്ട് ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടേ മരന്തോ എവിടെ പോണോ ഓടി ഓടി. ടെമ്പോ ട്രാവലർ നിർത്തി, എനിക്കൊന്നും ആളെ പിടിക്കാൻ പോണേണെന്ന് തോന്നുന്നു. അവിടെ ടെമ്പോ ട്രാവലർ നിർത്തി നിറച്ച് ആളെ കിട്ടും, അങ്ങനെ പോണേന്ന് തോന്നുന്നു. കണ്ട അവർ നമ്മൾ എടുത്തോണ്ട് നിന്നപ്പോൾ എല്ലാവരോടും ഉള്ളിലേക്ക് കയറി പോകുമെന്ന് പറഞ്ഞു. നോ സ്റ്റോപ്പിംഗ് ഏരിയ ആണോ എന്താണെന്ന് അറിയില്ല. വണ്ടികളൊക്കെ ഭയങ്കര സ്പീഡിലാണ് അങ്ങോട്ടും റോഡ് വഴി പോകുന്നത്. നല്ല അടിപൊളി റോഡ് വ്യൂ, അതിനെക്കാട്ടി അടിപൊളി. സോൺമാർഗ് ടണൽ, ആ ടെമ്പോ ട്രാവലർ അവിടെ നിർത്തിയപ്പോഴും അവർ പോകുമെന്ന് പറഞ്ഞ് ഓടിച്ചു വിടണം. ഇവിടെയൊക്കെ നോ സ്റ്റോപ്പിംഗ് ഏരിയ ആയിരിക്കും. എത്ര കിലോമീറ്റർ ഉണ്ടാകും തോന്നുന്നു? 5.5 മീറ്റർ അല്ല, അത് ഹൈറ്റിൻ്റെ ആയിരുന്നു എഴുതിയേക്കുന്നത്. എത്ര കിലോമീറ്റർ എന്ന് എഴുതിയിട്ടില്ല. അപ്കോഴ്സ് ശ്രീ എന്തോന്ന് എഴുതിച്ചിന് പോയി. ഈ ടണലിൽ 5.5 കിലോമീറ്റർ എന്തോ ആണ് കേട്ടോ, 5+ ഉണ്ട്. ഇത് ചെന്ന് ഇറങ്ങുന്നത് സോൺമാർഗ് ആണെന്ന് തോന്നുന്നു. നമുക്കൊരു 3 കിലോമീറ്റർ കൂടെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് നമ്മുടെ റൂമിലേക്കാണ് പോകുന്നത്. പോയിട്ട് ഒന്ന് ഫ്രഷൊക്കെ ആയ ശേഷം ഈവനിങ് വെയിലൊക്കെ മാറിയിട്ട് പതിയെ ഒന്ന് ഇറങ്ങി സോൺമാർഗൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്നുള്ള പ്ലാനാണ് കേട്ടോ. നമ്മൾ സോൺമാർഗ് ടണൽ കഴിഞ്ഞ് ഇറങ്ങി 6.5 കിലോമീറ്റർ, 6.500 കിലോമീറ്റർ, 6+451 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു ഈ ഒരു ടണൽ ഇറങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും സോൺമാർഗ് അല്ലേ. ഇവിടെ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. ഇത് ഭംഗി നോക്കുക, ടണൽ ഇറങ്ങി വന്നപ്പോൾ ആ വ്യൂ. ഇവിടെ അടുത്താണ് നമ്മുടെ റൂമ് നമ്മൾ പോയിട്ടാണ് വ്യൂ പോയിന്റ്. ഇടയ്ക്ക് കാണുകയാണെങ്കിൽ വ്യൂ പോയിന്റ് പോയിട്ട് പോവും, അല്ലെങ്കിൽ റൂമിൽ പോയിട്ട് പതുക്കെ ഫ്രഷപ്പൊക്കെ ആയി വ്യൂ പോയിന്റിലേക്ക് പതുക്കെ നമുക്ക് വൈകുന്നേരം വെയിലൊക്കെ മാറിയിട്ട് പോവാം. സോൺമാർഗ് ഇനിയൊരു 3 കിലോമീറ്ററുടെ ഉണ്ട്. നമുക്ക് 2.4 കിലോമീറ്ററിൽ നമ്മുടെ ഹോട്ടൽ റൂമുണ്ട്. അതെല്ലാം ആസിഫാണ് ഹോട്ടൽ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത്. ഇവിടെ പിന്നെ നമ്മൾ വെയിൽ മാറിയിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് ഇരുന്നാലും വെയിൽ മാറുമ്പോൾ 7 മണിയാവും. 6:30 മണി എന്തായാലും ആവും വെയിൽ പോകുമ്പോൾ. 7-7:30 മണിക്ക് ഇവിടെ ഇരുട്ട് വരത്തുള്ളൂ. ഇവിടുത്തെ കാര്യം എനിക്കറിയില്ല, ശ്രീനഗറിൽ അങ്ങനെയാണ്. ഇതാണെന്ന് തോന്നുന്നു സോൺമാർഗ് വ്യൂ പോയിന്റ്. കാശ്മീരിൽ നിന്ന് വരുന്നവരെ ഇവിടെ സോൺമാർഗ് വ്യൂ പോയിന്റ് കാണിച്ചിട്ടാണ് തിരിച്ച് പോകുന്നത്. ഇപ്പം അവരുടെ പാക്കേജിലുള്ളതാണ് സോൺമാർഗ് വ്യൂ പോയിന്റ് എന്നുള്ളത്. ഇവിടെ എൻട്രി ഫീ ഉണ്ട്, അതിന് വേണ്ടി കാറുകളെല്ലാം സ്റ്റോപ്പ് ചെയ്തേക്കാണ്. ഇത് തന്നെ കേട്ടോ വ്യൂ പോയിന്റ്. ഇതെന്ന് പറഞ്ഞാൽ ഇതേ ഇവിടെ ബാക്ക് സൈഡിൽ എവിടെയോ വ്യൂ പോയിന്റ് ഉണ്ട്. അത് ഘോഡേസേ പോണീരെ മുകളിൽ കയറിയേ പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നടന്ന് നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പോകാം. എന്തായാലും നമുക്ക് ജസ്റ്റ് ഇവിടെ കാർ നിർത്തി ഒന്ന് നോക്കാം എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത്. ഫുൾ ബ്ലോക്കല്ല, പാർക്കിംഗ് ഫുൾ, ഭയങ്കര തിരക്ക് വ്യൂ പോയിന്റ് കാണാനായിട്ട്. കാരണം കാശ്മീരിൽ നിന്ന് സൺഡേ ആണ്, അതുപോലെ കാശ്മീരിൽ നിന്ന് പറഞ്ഞവരെ ഇവിടം വരെ കൊണ്ടുവന്നിട്ടാണ് തിരിച്ച് പോകുന്നത്. പിന്നെ ലഡാക്കിൽ പോകണം എന്നുള്ളവർക്ക് അങ്ങനെ പോകാം. നമുക്കൊരു പാർക്കിംഗ് കിട്ടി. ഇവിടെ ഫുൾ പാർക്കിംഗ് അല്ല. ഓ സൂപ്പർ. നമുക്ക് ഇപ്പോൾ കാശ്മീർ വരുന്നവർക്ക് പഹൽഗാം, ഗുൽമാർഗ്, ദാൽ ലേക്ക്, സോൺമാർഗ്, ഇതാണ് അവരുടെ ഒരു പാക്കേജ്. ഒരു ദിവസം ഇവിടത്തേക്കാണ് യാത്ര. ഇവിടെ കുതിരപ്പുറത്തൊക്കെ കയറി അങ്ങ് മുകളിൽ പോവാം. ഇവിടെ നമ്മൾ ഇറങ്ങി വരുമ്പോഴേ ആൾക്കാരെ കാണുമ്പോഴേ ഒരു ഓട്ടമാണ്. അപ്പം നമ്മളായിരുന്നു അയ്യോ ആക്രമണം കണ്ട വന്ന് ഇവന്മാർ ഓടണമെന്നായിരുന്നു. പക്ഷെ ആൾക്കാരെ കണ്ട് അവരുടെ ഗോഡ വേണോ, ഫോട്ടോ എടുക്കണോ, വീഡിയോ എടുക്കണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഓടുന്നതാണ്. തിരക്ക് നോക്കുക, ഭയങ്കര തിരക്ക് കേട്ടോ. ഇന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്ക്. കാറൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഭാഗ്യത്തിന് നമുക്ക് കാർ പാർക്കിംഗ് സ്ഥലം കിട്ടി. നമുക്കിവിടെ കുറച്ച് നേരം കയറി ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാം. ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ ഉള്ളിലേ നമ്മുടെ ഹോട്ടൽ റൂമുള്ളൂ കേട്ടോ. അപ്പം നമ്മളിവിടെ കണ്ടിട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. എത്ര കണ്ടാലും മതി വരില്ല. ഈ ഭംഗി ഉണ്ടെങ്കിലേ ഉള്ളിൻ്റെ ഉള്ളിലേ നമ്മൾ പേടിയോടെ ജീവിക്കേണ്ട ഒരു സ്ഥലം. എത്ര ജവാന്മാർ ബലി കൊടുത്ത സ്ഥലം. പക്ഷെ ഭംഗി അത് വേറെ തന്നെ. വേറെ അങ്ങ് എത്തിയാ
നോക്ക് ആ വ്യൂ നോക്ക്. നമുക്കത് അങ്ങോട്ട് പോയിരിക്കാം. കഴുതപ്പുറത്ത് പോകുന്നവരൊക്കെ ഉണ്ടോ? കുറച്ചുകൂടെ ടോപ്പിലേക്ക് പോകാൻ പറ്റും കേട്ടോ. അതിൽ പോവുകയാണെങ്കിൽ നല്ല വ്യൂ പോയിൻറ്റ്സ്, കുറച്ചുകൂടെ നല്ല വ്യൂ പോയിൻറ്റ്സ് കാണും. ഹോളി കേവ്, ബൽത്താൽ, താജ്വാസ് ഗ്ലേസിയർ, അതൊക്കെയാണെന്ന് തോന്നുന്നു അങ്ങോട്ട്. ആ അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, അങ്ങോട്ട് പോവാം. ക്യാമറമാൻ മനോജ് കുമാറിനോടൊപ്പം ശ്രീകുട്ടിയും വേദ അവിടെയല്ല, ഇതേ അവിടെ. അങ്ങോട്ടൊന്ന് ഫോട്ടോ എടുക്കാം. ദിവസം വീഡിയോസ് റീൽസൊക്കെ എടുത്തു തരാൻ പയ്യന്മാരൊക്കെ നിറയുണ്ട് കേട്ടോ. ഒരു വിടൂല, വേണ്ടെന്ന് പറയുന്നത് ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറയും. ഞാൻ പറയും നഹി എന്ന് പറഞ്ഞാൽ നഹി. അങ്ങനെ അമ്മമാർ പോയി. അയ്യോ, എവിടെയൊക്കെ എന്നെ കയറ്റിയിരുത്തി, എന്നെ വേദം കയറ്റിയിരുത്തി ഏട്ടൻ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും. എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരിട്ടെണ്ണം നല്ലതുണ്ടാവില്ല. ഇങ്ങനെ ഇരിക്കണതും അത് ക്യാമറാമാൻ എടുക്കുമ്പോൾ അതനുസരിച്ച് എടുക്കണം കേട്ടോ. പയ്യന്മാരെടുക്കണം നോക്ക്. പോടാ ഫോട്ടോ എടു. നില്ല ഞങ്ങളിരിക്കണം വൈരി. ഫോട്ടോ എടു. വീഡിയോ ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയ മനുഷ്യനെ എനിക്ക് വിശക്കണേട്ടാ. ഫോട്ടോ എടുപ്പോ വീഡിയോ എടുപ്പോ. നിങ്ങളൊരു ക്യാമറയും കൊണ്ട് വാ. ഇത് നിങ്ങളെ സീരിയലല്ല, യൂട്യൂബാണ്. ഓ 3000 100. ഇനി നേരെ നമുക്ക് ഹോട്ടൽ. എനിക്ക് വിശക്കണം, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ഹോട്ടൽ. ഇവിടെ കൊള്ളാം കേട്ടോ. സോൻമാർഗ് വരണം കേട്ടോ, മസ്റ്റ് വിസിറ്റ്. അപ്പം കാശ്മീരിൽ വന്നാൽ ആദ്യം റോഡ് ട്രിപ്പ് ആണെങ്കിൽ ആദ്യം പഹൽഗാം, ദെൻ ഗുൽമാർഗ്, ദെൻ ഡാൽ ലേക്ക്, ദെൻ സോൻമാർഗ്, ബാക്ക് ടു ശ്രീനഗർ. പിന്നെ എങ്ങോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പോവാം. ഈ 4 സ്പോട്ടുകളും മസ്റ്റ് വിസിറ്റ് ആണേ. ഓ ക്യാമറാമാൻ മനോജിനോടൊപ്പം. ക്യാമറാമാനെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമല്ലായിരുന്നോ? കണ്ടോ നമ്മളെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. മറ്റേ ഹോഴ്സിലാണെങ്കിൽ കുറച്ച് ദൂരത്തേക്ക് കാണുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് നമ്മൾ ഹോഴ്സിൽ പോകാൻ വയ്യ. ഇതുപോലെ കുറച്ചുകൂടെ വ്യൂ കാണാൻ പറ്റും, അത്രേ ഉള്ളൂ. നമ്മൾ ഇറങ്ങി കണ്ടതിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ നിന്ന് നോക്കിയാലും ഭയങ്കര വ്യൂ ആട്ടോ. ഇമ്പീരിയൽ റിസോർട്ട് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. റൂമൊക്കെ കണ്ടു. അവിടെയാണ് നമ്മുടെ റൂം. എനിക്ക് വിശക്കണം കേട്ടാ. നല്ല വ്യൂ, വൈകിട്ടൊക്കെ സെറ്റായിരിക്കും. വൈഫൈ ഹേ അടിപൊളി നോക്ക്. ഹോട്ടൽ റൂമിൽ നിന്നുള്ള വ്യൂ. ഹോഴ്സ് റൈഡിന് നടന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ്. ഓരോ റൈഡും ഇല്ല. എനിക്ക് കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കിടക്കുകയാണ്. ഇന്ന് മൊത്തം അതാണ് പരിപാടി. നമ്മൾ റോഡ് ഓപ്പൺ ആയിരുന്നെങ്കിൽ അങ്ങ് പോകുമായിരുന്നു കേട്ടോ. കാർഗിലെ റൂം എടുക്കുള്ളായിരുന്നു. പക്ഷെ റോഡ് ഓപ്പൺ അല്ല, അതുകൊണ്ട് ഇവിടെ റൂം എടുത്തത്. സോ ഗൈസ്, നമ്മുടെ ഡിന്നർ ലഞ്ച് കഴിക്കുന്ന സെറ്റപ്പ് കണ്ടോ? ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയേ. വാവ്, സ്വിറ്റ്സർലാൻഡ്. ഒരു ലോഡ് പുച്ഛം. വിശന്നിട്ട് വയ്യ. ഞാൻ രാവിലെ കഴിച്ചില്ല. മാഗി കഴിച്ച്, പോഹ കഴിച്ച്, മുട്ട കഴിച്ച്, ചായ കുടിച്ച്, വന്നപ്പോൾ കോഫി കുടിച്ചു. പക്ഷേ വിശന്ന് പുറത്തിരുന്ന് കഴിക്കാറുന്നല്ലേ. വെയിൽ പക്ഷേ കക്കടു. ഫുഡ് കഴിച്ചിട്ട് കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. 3 വീഡിയോസ് പെൻഡിങ് എഡിറ്റിംഗ് ആണ് കേട്ടോ. അതെല്ലാം എഡിറ്റ് ചെയ്ത ശേഷം 3 വീഡിയോ ഇല്ലേ, കുറേ റീൽസും എഡിറ്റ് ചെയ്ത ശേഷം വൈകിട്ട് ഒന്ന് ഇവിടെയൊക്കെ നമുക്ക് ഈവനിങ് എക്സ്പ്ലോർ ചെയ്യാം. ഈവനിങ് അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന തണുപ്പായിരിക്കും. ഇപ്പോഴേ തണുപ്പുണ്ട്. എന്നിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റ് കാർഗിൽ. ഈ ഷോട്ട് ഇടണോ വേണ്ടേ? നീ പറയുമ്പോൾ ഞാൻ ചെയ്യും. ഇടണം. നമ്മൾ വെജ് ബിരിയാണി പറഞ്ഞു, ഏട്ടൻ വെജ് ഫ്രൈഡ് റൈസ് തിന്നൊന്നും മടുക്കല്ലേ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അത്യാവശ്യം വിശന്ന് കിറങ്ങിയിരുന്നതാണ് കേട്ടോ. കുറേ സമയം എടുത്തു, 1 മണിക്കൂറെങ്കിലും എടുത്തു. കൻ യു പ്ലീസ് സെർവ്? ഇവിടെയൊക്കെ എടുത്തിട്ട് ബിരിയാണി ഫോർ ബെസ്റ്റ്. ഏട്ടൻ വെജ് ഫ്രൈഡ് റൈസ്, ഞങ്ങൾക്ക് വെജ് ബിരിയാണി, കൂടെ റൈത്തയുണ്ട്. ഇവരെപ്പോഴും ആൽമണ്ട്സും കാഷ്യൂസൊക്കെ നിറയെ ഇടും. ഓക്കെ കണ്ടിട്ട് തന്നെ വായിക്കൂടെ വെള്ളം വരണം. കഴിച്ചോ കേട്ടോ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. വേദയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ?
വേറെ കഴിച്ചിട്ട് പറ. ഇഷ്ടപ്പെടാമായിരുന്നു. ആ ചിക്കൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടാണ്. ഫ്രൈഡ് റൈസ് ഒക്കെ ടേസ്റ്റ് ആവട്ടെ. ഫ്രൈഡ് ഉണ്ടല്ലോ, നല്ല ക്വാണ്ടിറ്റി. ഒരു ബിരിയാണി 3 പേർക്ക് കഴിക്കായിരുന്നു. ഇതും കൊള്ളാം. എനിക്ക് ഫ്രൈഡ് റൈസ് ആണെങ്കിൽ കഴിയും. കൊള്ളാം. കുറച്ച് റൈറ്റയും കഴിച്ച് കഴിക്കും. കഴിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് കൂടുതൽ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാവേ. സമയം ഇപ്പോൾ 6 മണിയാണ്. നമ്മുടെ നാട്ടിലൊരു 5 മണിയുടെയൊക്കെ ഫീലാട്ടോ ഇവിടെ. 1 മണിക്കൂർ ബാക്ക് പോലെയാണ് തോന്നുന്നത്. സമയം കറക്റ്റ് തന്നെയാണ്, പക്ഷേ സൂര്യൻ്റെ അസ്തമയം വളരെ വൈകിയാണ്. റൂമിൽ നല്ല തണുപ്പ് കേട്ടോ. നമ്മൾ ബെഡിൽ ഹീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹീറ്റർ ഓൺ ചെയ്താണ് കിടന്നത്. പുറത്തിറങ്ങിയപ്പോൾ വെയിലിൻ്റെ ചൂടും ഉണ്ട് തണുപ്പും ഉണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പോൾ ചായ കുടിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങി. നമ്മൾ വന്നപ്പോൾ ഇറങ്ങിയ സ്ഥലം ജസ്റ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം അങ്ങോട്ട് നിറയെ കടകളും ആൾക്കാരും ഒക്കെ ഉണ്ട്. ഒരു കാശ്മീരി ഖവാ ടീ കുടിക്കാമെന്ന് ഞാൻ കരുതി. നിങ്ങളെന്താണ് കുടിക്കുന്നത്? ഹോട്ട് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്കൊന്ന് നടക്കുകയാണേ. അങ്ങോട്ടൊക്കെ ഹോഴ്സിൻ്റെ പുറത്ത് ആൾക്കാർ പോകുന്നുണ്ട്. ഇപ്പം എല്ലാവരും തിരിച്ച് വന്നെന്ന് തിരക്കൊക്കെ മാറി കോടകളൊക്കെ അവരുടെ വീട്ടിൽ പോവുകയാണേ. നമ്മൾ ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടൊക്കെ പോയി നോക്കിയപ്പോൾ അവിടെയൊക്കെ കടകളൊന്നും ഇല്ല കേട്ടോ. പിന്നെ തിരിച്ച് ഹോട്ടലിൽ തന്നെ പോയി ചായ കുടിക്കാമെന്ന് കരുതി. എല്ലാവരും വീട്ടിൽ പോവുകയാണ്. കുതിരകളൊക്കെ ഓടി 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 പോണമൊക്കെ എല്ലാം വീട്ടിൽ പോവുകയാണ്. തിരക്കൊക്കെ മാറി. നമ്മൾ വന്നപ്പോൾ ഉള്ള തിരക്കല്ല ഇപ്പോൾ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഹോട്ടൽ റൂംസ് അവൈലബിൾ ആണ്. നല്ല വ്യൂവിലുള്ള ഹോട്ടൽ റൂംസ്. നിങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ പോരുമ്പോൾ വന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിനി കിട്ടിയില്ലെങ്കിലോ ഉള്ളിലോട്ടാണോ ഒന്നും അറിയാത്തതുകൊണ്ടാണ് ആസിഫിനെ കൊണ്ട് എടുപ്പിച്ചത്. ഇനി കാർഗിൽ പോകുമ്പോൾ അവിടെ റൂം, അല്ലെങ്കിൽ ദ്രാസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ റൂം എടുക്കാം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. കുതിരകളൊക്കെ ഓടി ഓടി വീട്ടിൽ പോകണം. പാവല്ലേ, ഒരു ദിവസം എത്ര പേരെ ചുമന്നുകൊണ്ട് പോവും, തിരിച്ചു വരും. അങ്ങനെ ബ്യൂട്ടിഫുൾ വ്യൂ ഉള്ള ഇമ്പീരിയൽ റിസോർട്ട്സിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഗ്രാമങ്ങളാണ്. അരുവി പോലെ ഉണ്ടെന്ന് തോന്നണല്ലേ. നമ്മളെ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഗുൽമർഗിൽ നിന്ന് സർവീസ് ചെയ്തൊക്കെ എടുത്തതാണ്. ഇന്നലെ പഹൽഗാമിൽ മഴയത്ത് കൊണ്ടുപോയി ചെളി പിടിച്ചൊരു കോലമായിട്ട് കിടക്കുന്നു. അതെ, ഇതവിടെ അരുവിയ പോലെ എന്തൊക്കെയുണ്ട്. നല്ല രസമുള്ള ഹോട്ടൽ കേട്ടോ. വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ തന്നെ റൂമിൽ. കാറ് കിടക്കില്ലേ വേറെ. അതേത് ടെമ്പററി രജിസ്ട്രേഷൻ വണ്ടിയാണത്. ഇവിടെ ബുഫേ ആയിരുന്നു. നമുക്ക് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും കോംപ്ലിമെൻ്ററി ആട്ടോ. രസമുണ്ട്. ഇവിടെ കുതിരയെ താമസിപ്പിക്കുന്നവരുണ്ടെന്ന് തോന്നുന്നു. നൈസ്. ഇവിടെ ഹോട്ടലാരുടെ ആണെന്ന് തോന്നുന്നത്. വെയിൽ പോയപ്പോൾ നല്ല തണുപ്പുണ്ട്. ഇതാണ് ദിസ് ഈസ് റിയൽ കാശ്മീരി കാവ. കാണിച്ചേ, നിറയെ നട്ട്സൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ആൽമണ്ട്സും. എങ്ങനെയുണ്ട് കോൾഡ് കോഫി? സോറി, ഹോട്ട് ചോക്ലേറ്റ് എങ്ങനെയുണ്ട്? ഈ തണുപ്പത്ത് ചൂട് കാവ സൂപ്പർ. പക്ഷെ മധുരം കുറച്ച് മതിയായിരുന്നില്ലേ? മധുരം കുറച്ച് കൂടിപ്പോയി. നിറയെ ആൽമണ്ട്സ്. ബിരിയാണിയിലും ആൽമണ്ട്സ്, എല്ലാത്തിലും ആൽമണ്ട്സ്. ഗൈസ്, ഇവിടെ -2 ഡിഗ്രിയാണ് തണുപ്പ്. അങ്ങനെ വേദ പറയണം കേരളം തന്നെ നല്ലതെന്ന്. ശരിയാണ്, ചൂടാണെങ്കിൽ AC ഇട്ടെങ്കിലും ഇരിക്കാമല്ലോ. നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് വന്നതാണ്. കോംപ്ലിമെൻ്ററി ആണ് ഡിന്നർ, പക്ഷെ ബൊഫേ ഒന്നുമല്ല കേട്ടോ. അവർ എന്ത് വേണമെന്ന് ചോദിച്ചു. നിറയെ ആൾ, എല്ലാ റൂമിലും ആൾ നിറയെ. ഞാനിവിടെ ഇരുന്നപ്പോൾ ഓരോ റൂമിലും ചെക്കിൻ ചെയ്യണം. അപ്പം വേണമെന്നുള്ളത് ഉണ്ടാക്കിത്തരാം എന്ന് എന്തൊക്കെ സാധനങ്ങൾ ചോദിച്ചു. ഒരു പനീറോടെ പറയാറില്ലായിരുന്നു അല്ലേ? ശരിയാണ്, ക്വാണ്ടിറ്റി ഉണ്ട്. വേസ്റ്റ് ആക്കണം വേണത്തിന് ഇഷ്ടമാണ്. വെജായുണ്ട്. ചാവ് വേണ്ടായിരുന്നു. റൈസ് വേണ്ട. അത് ഇല്ല, അവർ ചൂടോടെ ഉണ്ടാക്കി തന്നെയാണ്. തരാടി
ഒരു ആദ്യം വേണമെന്നുള്ളതേ തിന്നിട്ട് ചപ്പാത്തി ഇതാ, കാരണം പെട്ടെന്ന് തണുത്ത് പോകണം. കഴിച്ചിട്ട് ഇത് തുറക്കാം കേട്ടാ. കണ്ടിട്ട് നല്ല, നിങ്ങൾക്ക് ഗ്രീൻ കളർ ചിക്കൻ ഭയങ്കര ഇഷ്ടമല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചെയ്യണം. ഫ്രഷ് ക്രീം വാമോ. അപ്പോൾ കേടിലുണ്ടാക്കി തന്നെ എന്തോ അതിൽ ബട്ടറൊക്കെ കിടക്കണം മിക്സ് വെജിൽ. തണുപ്പും പോയി എല്ലാം പോയല്ലേ. ഫുഡ് ചൂടല്ലേ. കൊള്ളാം. ഇല്ല കൊള്ളാം കേട്ടോ, നല്ലത്. ഇതുള്ള കുട്ടിയൊക്കെ ഇതിൻ്റെ ബട്ടറൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നമ്മളതിൽ ഫ്രഷ് ക്രീം വേണം. ഗ്രീൻ പീസ്, ക്യാരറ്റ്, കോളിഫ്ലവർ എല്ലാം ഉണ്ട്. ക്യാരറ്റ്, ബീൻസ്, ചപ്പാത്തി കൊള്ളാം. അതും കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വെജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വെജല്ലേ. സെറ്റപ്പാണ്. ഭയങ്കര തണുപ്പാകുമ്പോൾ ഇതൊരു ഹീറ്ററാണ്. ഹീറ്റർ ഓൺ ചെയ്യും. ഇവിടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലൊക്കെ, അതായത് റിസപ്ഷൻ ഏരിയയിലൊക്കെ ഇത് ഇരിപ്പുണ്ട്, പുറത്തുമൊക്കെ ഇരിപ്പുണ്ട്. നല്ല തണുപ്പാകുമ്പോൾ അവർ ഇത് ഓൺ ചെയ്യും കേട്ടോ. ഇപ്പം നമുക്ക് തൽക്കാലം ഒരു ആശ്വാസത്തിന് ഇത് ഇവിടെ ഒരു ഹീറ്റ് ആവുന്ന ബെഡ് ഇട്ടിട്ടുണ്ട്. അത് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടോപ്പ്, ഫൂട്ട്, ലോ, ഹൈ, ഇങ്ങനെ 3 വേരിയൻറ്റിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. ഇപ്പോൾ ടോപ്പാക്കി ഇട്ടൊക്കെയാണ്, ആ സൈഡിൽ അതുണ്ട് കേട്ടോ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിടുമ്പോൾ നമുക്കൊരു തൽക്കാല ആശ്വാസം. നല്ല ചൂട് കിട്ടുന്നുണ്ട്, ചിലപ്പോൾ പൊള്ളും പോലെയൊക്കെ തോന്നുന്നുണ്ട്. രണ്ടും കെട്ട പരുവത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു ഇറങ്ങി. ഇതാണ് സോൻമർഗിലെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. റിസോർട്ടുകളെല്ലാം ലൈറ്റെല്ലാം ഓൺ ചെയ്തിട്ടുന്നപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല തണുപ്പുണ്ടല്ലേടാ. അയ്യോ ഇവരൊക്കെ ജാക്കറ്റ് ഇടാതെ നടക്കണം, അങ്ങനെ എന്തോ. അവർ പറയണം അയ്യോ -2 ഡിഗ്രിയേ ഉള്ളൂ, അതിനിപ്പോൾ എന്താണ് ഇവിടെ -29 ഡിഗ്രി വരെ വരാറുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിൽ +30 ഡിഗ്രിയാണെന്ന് പറഞ്ഞു വിൻ്റർ സീസണിൽ. തണുക്കണം. അപ്പോൾ ഡിന്നറെല്ലാം കഴിച്ച് കഴിഞ്ഞു. ഇനി നാളെ നമ്മൾ കാർഗിലിലേക്ക് പോവുകയാണ്. അപ്പോൾ കാർഗിലും ലഡാക്കും ഒക്കെ എത്രയടി നോക്കാത്തെന്തെന്നു ഭയങ്കര തണുപ്പായിരിക്കും. തണുപ്പ് അതാണ് ഒരു ഭയങ്കര തണുപ്പ്, അതേ ഉള്ളൊരു ബുദ്ധിമുട്ട്. ബാക്കിയൊക്കെ ഓക്കെയാണ്. ചൂടെങ്കിൽ ചൂട്, തണുപ്പെങ്കിൽ തണുപ്പ്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്യാം, നാളെ നമുക്ക് കാർഗിൽ വിശേഷമായിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.